നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനത്തിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഒന്നാമത്തേത് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 1, സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 7. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആണ്. കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് വിത്ത് മിനിമം സ്പീഡ് ഓഫ് 80 വേർഡ്സ് ഉണ്ടായിരിക്കണം. പിന്നെ 6 months ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് ബി ഫുള്ളി കോൺവേഴ്സന്റ് വിത്ത് MS ഓഫീസ്, എക്സൽ, സ്പ്രെഡ്ഷീറ്റ് ആൻഡ് MS പവർ പോയിന്റ്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ടോട്ടൽ 3 വേക്കൻസീസ് ആണ് ഉള്ളത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള OL 1 leg ലോ വിഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഹിന്ദി ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 7. ഇതിനും ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് വിത്ത് ഹിന്ദി ആസ് എ മേജർ സബ്ജക്റ്റ്. പിന്നെ ഇതിന് ഡിപ്ലോമ ഇൻ ഹിന്ദി ട്രാൻസ്ലേറ്റർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും വേണം. കൂടാതെ 6 months ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ആവശ്യമാണ്. ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള OA 1 arm 1 leg ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 1, ക്ലർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് 5. ഇതിന്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. കൂടാതെ 6 മാസത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വേണം. പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ വിത്ത് മിനിമം ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ്സ് പെർ മിനിറ്റും ആവശ്യമാണ്. 1 leg 1 arm ഹിയറിംഗ് ഇമ്പയർഡ് ലോ വിഷൻ, ഈ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 4 വേക്കൻസീസ് ആണ് ഉള്ളത്. അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 1, ഹിന്ദി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് 5. ഇതിന്റെയും ക്വാളിഫിക്കേഷൻ +2 ആണ്. നേരത്തെ പറഞ്ഞതുപോലെ 6 months ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൂടാതെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഹിന്ദി ആൻഡ് ഇംഗ്ലീഷിൽ മിനിമം 30 വേർഡ്സ് പെർ മിനിറ്റും ഉണ്ടായിരിക്കണം. ഒരു വേക്കൻസിയാണ് ഉള്ളത്. 1 leg ഹിയറിംഗ് ഇമ്പയർഡ് ലോ വിഷൻ, ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് മാക്സിമം 30 വയസ്സ് വരെ, SCക്ക് 35 വയസ്സ് വരെ, OBCക്ക് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ലാസ്റ്റ് ഡേറ്റ് 1/7/2020 ആണ്. ലാസ്റ്റ് ഡേറ്റ് 1/7/2020 പ്രത്യേകം നോട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാൻ മുതലായവർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ സെലക്ഷൻ പ്രോസസ്സ് 2 സ്റ്റേജ് ആയിട്ടാണ്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും രണ്ടാമത്തേത് സ്കിൽ ടെസ്റ്റും ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, റീസണിംഗ്, അരിത്തമെറ്റിക്, ന്യൂമറിക്കൽ എബിലിറ്റി, ഡൊമൈൻ ഓർ റെലവൻറ്റ് ടു സബ്ജക്ട് നോളജും ഉണ്ടായിരിക്കും. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഇതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫീസ് മറക്കണ്ട, 200 രൂപയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. oilindia.com കറണ്ട് ഓപ്പൺ ന്യൂ എന്ന സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. ഒന്നുകൂടി ഞാൻ സൈറ്റ് പറഞ്ഞു തരാം. www.oilindia.com/current open new.aspx എന്ന സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഈ മാസം 2 തീയതി മുതൽ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. 1/7/2020 രാത്രി 12 മണി വരെയാണ് കൊടുക്കാനുള്ള സമയം. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്